എല്ലാവർക്കും വിനീത നമസ്കാരം. ശ്രീമദ് ഭാഗവതം ഏകാദശ സ്കന്ധം 2-ാമത്തെ അധ്യായം. അഥ ശ്രീമദ് ഭാഗവത ഏകാദശ സ്കന്ധ ദ്വിതീയോധ്യായ. ശ്രീകൃഷ്ണ ഭഗവാന്റെ തൃപാദ ഭജനം ചെയ്യുവാൻ ശ്രീനാരദ മഹർഷി സ്ഥിരമായിട്ട് ദ്വാരകയിൽ അങ്ങനെ താമസിക്കുകയാണ്. ഒരു ദിവസം നാരദൻ വസുദേവരുടെ ഭവനത്തിൽ ചെന്നു. ശ്രീനാരദ മഹർഷിയെ കണ്ടപ്പോ വസുദേവര് ആദരപൂർവം പൂജിച്ചിരുത്തി എന്നിട്ട് ചോദിക്കുകയാണ്, 3 ജന്മങ്ങളിലായിട്ട് ഞാൻ സാക്ഷാൽ ഈശ്വരന്റെ പിതൃസ്ഥാനം വഹിക്കണം. ഇനി എനിക്ക് മോക്ഷം കിട്ടിയില്ല. അതുകൊണ്ട് എല്ലാ കർമ്മബന്ധങ്ങളെയും മുറിച്ച് കൈവല്യത്തെ പ്രദാനം ചെയ്യുന്ന ഭാഗവത ധർമ്മത്തെ ഉപദേശിച്ചു തരണേ. ഈ ചോദ്യത്തിന് ഉത്തരമായിട്ട് നിമി മഹാരാജാവും നവയോഗികളും തമ്മിൽ നടന്ന ആ ചോദ്യോത്തര രൂപത്തില് മറുപടി പറയാണ് നാരദ മഹർഷി. 9 ചോദ്യങ്ങളും അതിനുള്ള മറുപടിയുമാണ് ഇനി പറയണത്. ഒരിക്കൽ നിമി മഹാരാജാവിന്റെ യാഗശാലയില് നവയോഗികള് കടന്നു ചെന്നു. കവി, ഹരി, അന്തരിക്ഷൻ, പ്രബുദ്ധൻ, പിപ്പലായനൻ, ആവിർഹോത്രൻ, ദ്രുമിളൻ, ചമസൻ, കരഭാജനൻ. ഇവരാണ് 9 നവയോഗികള്. സൽസമാഗമത്തില് ഏറ്റവും സന്തുഷ്ടനായ നിമി മഹാരാജാവ് 9 പേരെയും സുവർണ സിംഹാസനത്തിലിരുത്തി പൂജിച്ചു. അവരോട് ചോദിക്കുകയാണ്, മനുഷ്യജന്മവും സജ്ജന സംസർഗവും സിദ്ധിക്കുക വളരെ ദുർലഭമാണ്. സജ്ജന സംസർഗം ഉണ്ടായാൽ അവരിൽ നിന്നും അറിയേണ്ടത് അറിയുകയാണ് വേണ്ടത്. അല്ലയോ മഹത്തുക്കളെ, ആത്യന്തികമായ ശ്രേയസ് എന്താണെന്ന് കരുണ ചെയ്ത് പറഞ്ഞു തരണമേ. ഈ ചോദ്യത്തിന് കവി എന്ന യോഗി പറഞ്ഞു, ശ്രീകൃഷ്ണ ഭഗവാന്റെ തൃപാദ സേവ കൊണ്ട് മാത്രമാണ് ദുഃഖത്തിന്റെ കലർപ്പില്ലാത്ത നിത്യാനന്ദം കിട്ടുക. തൃപാദ ഭജനത്തിൽ ഭാഗവത ധർമ്മത്തെ സ്വീകരിക്കണം. മനസ്സ്, വാക്ക്, ശരീരം എന്നീ ത്രിവിധ കരണങ്ങളാൽ ചെയ്യുന്ന എല്ലാ പ്രവൃത്തികളും ഭഗവാൻക്കൽ സമർപ്പിച്ച് ചെയ്യുക. ഇതാണ് ഭാഗവത ധർമ്മത്തിന്റെ ചുരുക്കം. ഇതിന് ഏറ്റവും എളുപ്പമായ വഴി ഭാഗവത കഥകള് നിരന്തരം കേൾക്കുക, ഭഗവത് നാമങ്ങളെ ലജ്ജ വിട്ട് ഉച്ചരിക്കുക. ഇതൊക്കെയാണ്. ഇങ്ങനെ കുറെ അനുഷ്ഠാനം കഴിഞ്ഞാൽ ഭഗവാനിൽ പ്രേമഭക്തി ഉണ്ടാവും. ശ്രവണ കീർത്തനങ്ങൾ പ്രവൃത്തിയിൽ വരുവാൻ സത്സംഗം തന്നെ വേണം. സത്സംഗദ്വാര ശ്രവണ കീർത്തന സ്മരണകളെ നിരന്തരം ശീലിച്ചുകൊണ്ടിരുന്നാൽ ഭക്തിജ്ഞാന വൈരാഗ്യങ്ങള് ഉണ്ടാവും, പരമശാന്തിയും ലഭിക്കും. ഇത് കേട്ട് നിമി മഹാരാജാവ് ചോദിച്ചു. 2-ാമത്തെ ചോദ്യം ചോദിക്കുകയാണ്, സജ്ജനങ്ങളുടെ ലക്ഷണം എന്താണെന്നൊന്ന് പറഞ്ഞു തന്നാലും. അപ്പൊ ഇതിന് ഹരി എന്ന യോഗിയാണ് ഉത്തരം പറഞ്ഞത്. പ്രതിമകളിലും പടങ്ങളിലും മാത്രം ഈശ്വരനെ കാണുകയും ഭക്തന്മാരിലും സാധാരണ ജനങ്ങളിലും ദ്രോഹാചരണവും ചെയ്യുന്നവൻ പ്രാകൃത ഭക്തനാണ്. ഈശ്വരങ്കൽ ഭക്തിയും ഭക്തന്മാരിൽ മൈത്രിയും അജ്ഞന്മാരായ വിഷയങ്ങളിൽ അനുകമ്പയും ദുർജനങ്ങളോട് അകന്നു നിൽക്കലും ചെയ്യുന്നത് മധ്യമ ഭക്തന്മാരുടെ സ്വഭാവമാണ്. ഇന്ദ്രിയങ്ങളെ ജയിച്ച് കാമക്രോധങ്ങൾക്ക് അടിമപ്പെടാതെ സർവഭൂതങ്ങളിലും ഈശ്വരനെ കണ്ട് നിരന്തരം ഭഗവത് കഥാദികളെ രമിച്ച് ശ്രീകൃഷ്ണ ഭഗവാനെ ഹൃദയമാകുന്ന ഉരലിൽ ഭക്തിപാശത്താൽ ബന്ധിച്ചിരിക്കുന്ന മഹാന്മാര് അവരാണ് ഉത്തമ ഭക്തന്മാര്. ഇങ്ങനെയുള്ള മഹാന്മാരുടെ സംസർഗം അല്പസമയമെങ്കിലും സിദ്ധിച്ചാൽ മായയെ ജയിച്ച് പരമഭക്തി ഉണ്ടാകുന്നതാണ്. അഥ ശ്രീമൽ ഭാഗവത ഏകാദശ സ്കന്ധ ദ്വിതീയോധ്യായ. ശുക്ലാംബരധരം വിഷ്ണും ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേത് സർവവിഘ്നോപശാന്തയേ ഗുരവേ സർവലോകാനാം വിഷജേ ഭവരോഗിണാം നിധയേ സർവവിദ്യാ ദക്ഷിണാമൂർത്തയേ നമഃ. പീതാംബരം കരവിരാജിത ശംഖചക്ര കൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഹായം അതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി. ശ്രീ ഗുരുവായൂരപ്പ ശരണം. കഥാമയം ഭാഗവതാഭിധാനാം ഹരേ തനും തേ ചരിതേ ത്വദീയൈ യഥാമതി ത്വൽപരിതോഷകാമസ്തൗമി സീതാച്യുതം മാരുതേശ. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്.
മൂകം കരോതി വാചാലം പങ്കും ലംഘയത്തെ ഗിരിം യൽകൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്ലോകം 1. ശ്രീ ശുക ഉവാച. ഗോവിന്ദഭുജഗുപ്തായാം ദ്വാരവത്യാം കുരുദ്വഃ അവാസീൽ നാരദോ ഭിക്ഷണം കൃഷ്ണോപാസനലാലസ. ശ്രീ ശുകബ്രഹ്മർഷി പറയാണ്, അതിസമൃദ്ധമായ യാദവകുലത്തിനും നാശഹേതുവായ ബ്രാഹ്മണ ശാപം സംഭവിച്ചു എന്ന് 1-ാമത്തെ അധ്യായത്തിൽ വർണ്ണിച്ചല്ലോ. അപ്പൊ മുക്തി സിദ്ധിക്കാൻ ഒന്നാമതായിട്ട് വേണ്ടത് വൈരാഗ്യം തന്നെ എന്ന് കാണിക്കണം. നിത്യ അനിത്യ വസ്തുവിവേകം ഉണ്ടാകുമ്പോൾ വൈരാഗ്യം ഉണ്ടാവും. അപ്പൊ വൈരാഗ്യം മാത്രം ഉണ്ടായിട്ട് കാര്യമില്ല, ശമാധി ഗുണങ്ങള് എല്ലാം ഉണ്ടാവണം. അതിന് സജ്ജന സംസർഗം തന്നെ വേണം. എന്നാൽ മാത്രമേ ഭഗവത് ഭക്തിയും തദ്വാര മുക്തിയും സിദ്ധിക്കുള്ളൂ എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഒരു കഥ ആരംഭിക്കുകയാണ്. നല്ല കുലത്തിൽ ജനിച്ചവർക്ക് ഭഗവാന്റെ മാഹാത്മ്യത്തില് വിശ്വാസം ജനിക്കുള്ളൂ. ആ ഗുണം അങ്ങേക്കുണ്ട് എന്ന അഭിപ്രായത്തോടു കൂടി പരീക്ഷിത്ത് മഹാരാജാവിനോട് ശുകമഹർഷി അല്ലയോ കുരുശ്രേഷ്ഠ, അതാണ് അങ്ങനെ ആ ഒരു സംബോധന സ്നേഹ ബഹുമാനങ്ങളോടുകൂടി സംബോധന ചെയ്തിരിക്കുന്നു. ആസ്തിക്യ ബുദ്ധിയുള്ള അങ്ങയോട് ഇനിയും പറയാം, ശ്രദ്ധിച്ചു കേട്ടോളൂ. നാരദ മഹർഷി ദ്വാരകയില് പല പ്രാവശ്യവും വന്ന് താമസിച്ചു. ദക്ഷശാപം കൊണ്ട് ഒരേയിടത്തും അധികകാലം വസിക്കാത്ത നാരദ മഹർഷി ഈ ദ്വാരകയിൽ എങ്ങനെ ഇത്രയധികം താമസിച്ചത് എന്ന് അങ്ങ് ശങ്കിക്കണ്ട. ശ്രീകൃഷ്ണ ഭഗവാന്റെ കൈകളാൽ പരിപാലിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആ പുണ്യ നഗരമായ ദ്വാരകയില് ശാപം വ്യാപിക്കയില്ല. ഗോവിന്ദ ഭുജഗുപ്തായ എന്ന് പറഞ്ഞത് ശ്രീകൃഷ്ണ ഭഗവാന്റെ കൈകളാൽ രക്ഷിക്കപ്പെട്ടു വരുന്ന ഗോവിന്ദന്റെ ഭുജം കൊണ്ട്, അതാണ് ഗോവിന്ദ ഭുജഗുപ്തായ. അപ്പോ അങ്ങനെയുള്ള ഭഗവാന്റെ കൈകൾ കൊണ്ട് സംരക്ഷിക്കപ്പെട്ടു വരുന്നതാണ് അല്ലെ, പുണ്യഭൂമിയാണ് ദ്വാരക. ആ ദ്വാരകയിൽ ശാപമൊന്നും വ്യാപിക്കില്ല. അതുകൊണ്ട് നാരദ മഹർഷിക്ക് എത്രയധികം സമയം, എത്രയോ ദിവസങ്ങൾ വേണമെങ്കിൽ നാരദ മഹർഷിക്ക് അവിടെ താമസിക്കാം എന്നർത്ഥം. ഭഗവാനെ ഒന്ന് കാണുക, നമസ്കരിക്കുക, സംഭാഷണം ചെയ്യുക, ഇതിലൊക്കെ നാരദ മഹർഷിക്ക് വലിയ താല്പര്യമാണ്. അതിതാല്പര്യമുള്ളത് കൊണ്ടാണ് പലപ്പോഴും നാരദ മഹർഷി ദ്വാരകയിൽ വന്ന് അങ്ങനെ താമസിക്കാറുള്ളത്. കോനുരാജൻ ഇന്ദ്രിയവാൻ മുകുന്ദ ചരണാംബുജം ന ഭജേ സർവദോ മൃത്യു ഉപാസ്യമരോത്തമേ. ശ്രീനാരദ മഹർഷിക്ക് ഒന്നിലും അധികം താല്പര്യമില്ല എന്ന് മാത്രമല്ല, എല്ലാ വിഷയങ്ങളിലും വിരക്തി വന്നിട്ടുള്ള ആളാണ്. അപ്പൊ അദ്ദേഹത്തിന് ഈ ശ്രീകൃഷ്ണ സേവയിൽ ഇത്ര താല്പര്യം എങ്ങനെ ഉണ്ടായി എന്നൊന്നും അങ്ങനെ ശങ്കിക്കേണ്ട പറയാണ്. സാമാന്യമായ ലൗകിക വിഷയത്തില് ഏറ്റവും വിരക്തി വന്ന മഹാൻ തന്നെയാണ് ശ്രീനാരദ മഹർഷി. ശ്രീകൃഷ്ണനെ ഭജിക്കുക എന്ന വിഷയം ലൗകികമല്ല, അത് അലൗകികമാണ്. വിഷയങ്ങളിൽ വൈരാഗ്യം വന്നവർക്ക് മാത്രമേ ശ്രീകൃഷ്ണനെ ഭജിക്കുന്നതിൽ താല്പര്യം ഉണ്ടാവുള്ളൂ. വിഷ്ണു ഭജനത്തിനായി ഒരുങ്ങി ലൗകിക സുഖങ്ങളെല്ലാം ഉപേക്ഷിച്ചിരിക്കുന്ന അങ്ങയ്ക്ക് ഇത് സമ്മതമായിരിക്കും അല്ലെ. അങ്ങനെ മനസ്സിലാക്കിയത് കൊണ്ടാണ് പരീക്ഷിത് മഹാരാജനോട് ഇത്ര സന്തോഷത്തോടു കൂടിയിട്ട് പറയണത് എന്നർത്ഥം. ശ്രീ ശുകബ്രഹ്മർഷി ദേവന്മാരിൽ വെച്ച് ഉത്തമന്മാരായ ബ്രഹ്മാദികളാൽ കൂടി സേവിക്കപ്പെടാൻ യോഗ്യമാകുന്നു ഭഗവത് പാദം. സംസാര സങ്കടത്തിൽ നിന്ന് വിട്ടുപോകണമെന്ന് ആഗ്രഹിച്ചു ഭജിക്കുന്നവർക്ക് പരമസുഖ സ്വരൂപമായ മുക്തി കൊടുക്കുന്നത് കൊണ്ടാണ് ഭഗവാന് മുകുന്ദൻ എന്ന പേര് പ്രസിദ്ധമായിരിക്കുന്നത്. അതുകൊണ്ട് മോക്ഷേച്ഛയുള്ളവർക്ക് മുകുന്ദപാദ സേവ ഒന്നല്ലാതെ മറ്റൊരാശ്രയവുമില്ല. ഏതൊരു ദിക്കിലിരുന്നാലും എന്തെല്ലാം ഉപായങ്ങൾ നോക്കിയാലും ജയിക്കാൻ കഴിയാത്ത മൃത്യുവിനാധീനനായ മനുഷ്യൻ ഉത്തരക്ഷണത്തിൽ അടുത്ത ക്ഷണത്തിൽ ജീവിച്ചിരിക്കും എന്ന സംഗതി കൂടി ഉറപ്പില്ല അല്ലെ. മനുഷ്യന് ഒരു ശ്വാസം വിടാനുള്ള സമയം സിദ്ധിച്ചാൽ അത് ലാഭം എന്നാണ് മഹാന്മാര് പറയുന്നത്. ഇങ്ങനെ എപ്പോഴാ മരിക്കുക അല്ലെ, അറിയില്ലല്ലോ. അങ്ങനെ എപ്പോഴും മരണഭീതിയോട് കൂടിയിരിക്കുന്ന ഏതൊരു പുരുഷനാണ് ശ്രീ മുകുന്ദനെ ഭജിക്കാതിരിക്കുക? അങ്ങനെയാണെങ്കിൽ എത്രയോ ആളുകൾ ഭജിക്കാതിരിക്കണുണ്ടല്ലോ എന്നാണ് ശങ്കിക്കുന്ന പക്ഷം അതിനും കാരണമുണ്ട്. കണ്ണ്, മൂക്ക്, നാവ് മുതലായ ഇന്ദ്രിയങ്ങളെയും അവയുടെ നാഥനായ മനസ്സിനെയും സ്വാധീനപ്പെടുത്താതെ ഇരിക്കുന്ന ബുദ്ധിശൂന്യന്മാര് മാത്രം ഭഗവാനെ ഭജിക്കില്ല. ഓരോ വിഷയങ്ങളാൽ ആകർഷിക്കപ്പെട്ട് അവയെ ഒക്കെ നേടാൻ വേണ്ടി
പാഞ്ഞു നടക്കുന്ന ഇന്ദ്രിയങ്ങളുടെ ദാസന്മാരായ അവിവേകങ്ങൾക്ക് ഭഗവത് പാദപത്മത്തെ ഭജിക്കാൻ സാധിക്കില്ല. ഇന്ദ്രിയ ജയം സിദ്ധിച്ചവർക്ക് മാത്രമേ ഭഗവാനെ ഭജിക്കാൻ സാധിക്കുള്ളൂ. അതുകൊണ്ട് ശമാധികളായ വൃത്തികൾ ആവശ്യമാണ്. ഈ വിധം ശമാധി വൃത്തി സഹിതനാണ് ശ്രീനാരദ മഹർഷി. അതുകൊണ്ട് അദ്ദേഹം തുച്ഛങ്ങളായ വിഷയങ്ങളെ സേവിക്കാതെ മുക്തിപ്രദനായ ശ്രീകൃഷ്ണനെ എപ്പോഴും സേവിച്ചുകൊണ്ട് ദ്വാരകയില് പലപ്പോഴും വന്ന് താമസിച്ചു. മരണഭയാതീതരായ നാരദാദികളും ദേവോത്തമന്മാരും കൂടി ഭജിക്കുന്നു ഭഗവാനെ. അപ്പൊ പിന്നെ മരണഭീതിയുള്ള മനുഷ്യർ ഭഗവത് പാദ ഭജന ശ്രദ്ധാലുക്കളല്ലെന്ന് വന്നാൽ മനുഷ്യജന്മം നിഷ്ഫലം എന്നതാ ഉറപ്പിച്ച് സ്പഷ്ടാക്കിയിരിക്കുകയാണ് ഈ ശ്ലോകത്തില്. ബാക്കിയുള്ള ശ്ലോകങ്ങൾ നാളെ നോക്കാം. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ ഗോവിന്ദ.